എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പനിയൂർ പട്ടത്തൊടി ശ്രീ വേണുഗോപാൽ സാറാണ്. റിസർവ് ബാങ്കിൽ നിന്നും നാബാർഡിൽ നിന്നും റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതത്തെ അർത്ഥവത്താക്കി മാറ്റുന്ന ശ്രീ വേണുഗോപാൽ ഒരു വേറിട്ട വ്യക്തിയാണ്. കർഷകനാണ്. വിദ്യാഭ്യാസ രംഗത്ത് സംഭാവന നൽകുന്ന ഒരു വേറിട്ട ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. അതിഥിയിലൂടെ നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഈ വാക്കുകൾക്ക് കാതോർക്കുക. അതിഥിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വേണ്ട നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ STVയുടെ അതിഥിയായിട്ട് പനിയൂർ പട്ടത്തൊടി വേണുഗോപാൽ റിട്ടയർഡ് RBI ഉദ്യോഗസ്ഥനാണ്. ഗുജറാത്തിലായിരുന്നു അല്ലേ? റിട്ടയർഡ് റിസർവ് ബാങ്കും പിന്നെ നബാർഡും. അല്ല, ഞാൻ അഹമ്മദാബാദ് തുടങ്ങി ശ്രീനഗർ പോയി, ജമ്മുവിൽ പോയി, തിരുവനന്തപുരത്ത് നിന്ന് അവസാനം റിട്ടയർ ചെയ്തു. 2002 റിട്ടയർ ചെയ്തു. ബാക്കിയുള്ള സമകാലത്തെ വേണുകേട്ടൻ ഉപയോഗിച്ച രീതിയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ. അത് ഞാൻ വന്ന് ഒരു വർഷം എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു. ഇപ്പോൾ ഫാദറിലോ മരിച്ചപ്പോൾ വീട്ടിലെ ആളില്ലാതെ വന്നു. 10-12 ഏക്കർ കൃഷിയുണ്ട്. അപ്പോൾ എനിക്ക് കൃഷിയിൽ താല്പര്യമുണ്ട്. അപ്പോൾ അത് നോക്കാമെന്നുള്ളൊരു ഐഡിയയിൽ വളണ്ടറി എടുത്തങ്ങ് പോന്നു. അങ്ങനെ ഇവിടെ വന്ന് ഒരു വർഷം എന്ത് ചെയ്യണമെന്ന് പഠിച്ചു. അതിലിടയ്ക്ക് ഒരു ഔഷധത്തോട്ടം ഉണ്ടാക്കി. പിന്നെ പച്ചക്കറിയൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു 250-300 കിലോ പച്ചക്കറി ആഴ്ചയിൽ ഒരു 3 ദിവസം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു മാർക്കറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ മറ്റു പല കാര്യങ്ങളും നാട്ടിൽ ഒരു ഫാർമേഴ്സ് ക്ലബ്ബ് ഓർഗനൈസ് ചെയ്തു കോഓപ്പറേറ്റീവ് ബാങ്കിൽ. പിന്നെ അതിൻ്റെ കെയർ ഓഫിൽ കുറച്ച് ട്രെയിനിങ് കൊടുത്ത്, കുറച്ച് റാബിറ്റ് റിയറിങ് കുറേ ആൾക്കാർക്ക് അതിന് സഹായം ചെയ്ത് കൊടുത്തു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം തന്നെ പ്രേക്ഷകർക്ക് നമ്മളിന്ന് സംസാരിക്കുന്ന വീട് വളരെ പ്രശസ്തമായ ഒരു തറവാടാണ്. പട്ടത്തൊടി തറവാട് എന്ന് പറയുന്നതിനുപരി സിനിമയിലൂടെ പ്രശസ്തമായ തറവാടിൻ്റെ പൂമുഖത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഈ വീട് വളരെ ഭാഗ്യമുള്ളൊരു വീടാണ്. സിനിമാക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. നമ്മുടെ തൂവൽ കൊട്ടാരം അല്ലേ, ജയറാമിൻ്റെ വീടായിട്ട് പ്രേക്ഷകരുടെ ഒരു താല്പര്യത്തിന് പറയുക. കാരണം തൂവൽ കൊട്ടാരത്തിൽ ജയറാമിൻ്റെ വീടായിട്ട് നിറഞ്ഞു നിന്ന ഒരു വീടാണ് അല്ലേ. അപ്പോൾ അതൊക്കെ റിനോവേറ്റ് ചെയ്തിട്ട് ആകെ മാറ്റി മുഖച്ചായ മാറി. എങ്കിലും അവർക്ക് പ്രേക്ഷകർക്ക് പെട്ടെന്ന് ആ സിനിമ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും കണ്ടവർക്കൊക്കെ ആ വീട്. കാരണം പലരും ഒന്ന് സിനിമയുടെ ഏറ്റവും നല്ലൊരു ലൊക്കേഷനായിരുന്നു നമ്മുടെ ഈ വീട്. അപ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊരിക്കലും എഴുതിയപ്പോഴും അത് ഒരുപാട് പേര് ചോദിച്ചു ഈ വീട് കണ്ടിട്ട്. നല്ല പിന്നെ വേറെ MTയുടെ MT കഥകൾ 2 ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം പറയേണ്ടത് ലോഹിദാസ്, MT, മഞ്ജു വാര്യർ എല്ലാം കയറി വന്ന ഒരു വീടാണ് അല്ലേ. അതാണ് പറഞ്ഞത് ഒരു ഭാഗ്യ. അത് ഇതെന്താ വെച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇവർക്ക് ഈ തിണ്ണ ഓപ്പണായിട്ട് കിട്ടണല്ലോ, അതങ്ങനെയാണ്. അതുകൊണ്ട് ഇത് മാറ്റരുന്നവരെന്ന് ഞങ്ങളോട് പറഞ്ഞത്. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ തിണ്ണ കളയരുത്, അതാണ് അവരുടെ അട്രാക്ഷൻ. പഴക്കൊരു അബൌട്ട് 90 years. പിന്നെ തന്മാത്രയ്ക്കാണ് ലൊക്കേഷൻ നോക്കിപ്പോയില്ല ഒരു വീട്. അത്രയ്ക്ക് നോക്കിപ്പോയേക്കാം. അതിൻ്റെ പിന്നിലൊരു ഔട്ട് ഹൗസ് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് അതും അയ്യോ അത് ഫീൽഡാവും സാറേ, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ സിനിമയ്ക്ക് കൊടുക്കാതെ പിന്നെ അത് അന്ന് സിനിമയ്ക്ക് തോൽക്കോട്ട കൊടുത്ത് അന്ന് വെക്കേഷൻ ആയിരുന്നു. കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഷൂട്ടിങ് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അങ്ങനെയാണ് കൊടുത്തതാണ്. അതെല്ലാവരും എൻജോയ് ചെയ്തു. ആ സീരിയലിൽ ഒരു കല്യാണി എന്ന് പറഞ്ഞ സീരിയൽ, അത് കംപ്ലീറ്റ് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് ഉള്ള ഒരാഴ്ചത്തെ തറവായിട്ട് ഇതായിരുന്നു. പശുവിനെ കുളിപ്പിക്കില്ല, അങ്ങനെ പല പരിപാടികളുണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് ആദ്യം തന്നെ ഞാൻ പട്ടത്തൊടി തറവാടിൻ്റെ ഒരു പ്രശസ്തിയും മഹത്വവും സിനിമയിലൂടെ അവർക്ക് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുമ്പോഴാണ് വേണേൻ്റെ കഥയിലേക്ക് ജീവിതത്തിലേക്കും പ്രത്യേകതകളിലൊക്കെ നമ്മൾ കിടക്കുന്നത്. ഇന്ന് വേണുഗോപാൽ എന്ന് പറയുന്ന താങ്കൾ നമ്മുടെ 5.5 ലക്ഷത്തോളം SLC പഠിതാക്കളെ അവരെ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് അറിവിൻ്റെ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ 10,000 കടന്നുള്ളൂ. പക്ഷേ ഈ വർഷം സ്റ്റേറ്റ് മുഴുവനുള്ള 4 ലക്ഷം കവർ ചെയ്യാനുള്ള പ്ലാനിലാണ്. ഈ 5 വർഷമായിട്ടാണ് വേണുകേട്ടൻ പ്രത്യേകമായിട്ട് ഈ SLC
അല്ലേ 10ാം ക്ലാസ് കടക്കുന്ന കുട്ടികളെ A+ കൂടി ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ മികച്ച അല്ലേ ആ വിദ്യാഭ്യാസ മൂല്യത്തെ ഉയർത്തിയെടുക്കുക, പഠന രീതിയെ തിരുത്തി കുറിക്കുക, അതിൽ ശാസ്ത്രീയപരമായ ഒരുപാട് അറിവുകൾ എങ്ങനെ പഠിക്കുക, എന്ത് പഠിക്കുക എന്ന 2 ചോദ്യമാണ് വേണേട്ടൻ ഉയർത്തുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഈ അതിഥി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് SLC വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പ്രേക്ഷകരോട്. അപ്പോൾ വേണേട്ടൻ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ അടുത്ത മാർച്ചിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ലക്ഷക്കണക്കിന് SLC പഠിതാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ കൗമാരം. അവർ ഇപ്പം തന്നെ അവർക്ക് ആദ്യം ടെൻഷനൊക്കെ തുടങ്ങി. കാരണം SLC പരീക്ഷ എഴുതാൻ പോവുകയാണ്, A+ എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം, ആഗ്രഹം, സമ്മർദ്ദം ഒക്കെ അവർ ഫേസ് ചെയ്യാണ്. വേണേട്ടന് എന്താണ് അവരെ കൈപിടിച്ച് ഉയർത്താവുന്ന എന്ത് സൂത്രവഴികളാണ് വേണേട്ടന് പറയാനുള്ളത്, പങ്കുവയ്ക്കാനുള്ളത്? ഇത് ഞാനിതിലേക്ക് വന്നതന്നെ യാദൃശ്ചികമായിട്ടാണ്. 2016 SLCയുടെ റിസൾട്ട് വന്നപ്പോൾ പത്രവാർത്ത എങ്ങനെയായിരുന്നു, പാലക്കാട് ജില്ല ഇന്നും 13ാം സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ആകെ 14 ജില്ലകളുള്ളത്ത് 13ാം സ്ഥാനത്ത് അസൂയാർഹമായ പൊസിഷനൊന്നും അല്ല. അപ്പം ഞാൻ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്ന് പഠിച്ചു. ഒരുപാട് കുട്ടികളായി സംസാരിച്ചു, അധ്യാപകരായി സംസാരിച്ചു, സിലബസൊക്കെ ഒന്ന് അവലോകനം ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കുട്ടികളെ എങ്ങനെ പഠിക്കണം എന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ഓരോരുത്തരും ഓരോ സിസ്റ്റം അവനവൻ്റെ സിസ്റ്റമായിട്ട് പഠിക്കുന്നു. ചിലർ ബൈഹാർട്ട് പഠിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ മോഡൽ എക്സാമിനേഷൻ വന്നപ്പോൾ ഒരു കുട്ടി ഇരുന്ന് കരയുകയാണ്. 5ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ടോപ്പറായിരുന്ന കുട്ടിയാണ്. തീരുന്നില്ല. കാരണം ഞാൻ ചോദിച്ചപ്പോൾ 5 മിനിറ്റിൽ എനിക്ക് കാര്യം മനസ്സിലായി. ഈ കുട്ടി ബൈഹാർട്ട് പഠിക്കുകയാണ്. 5ാം ക്ലാസ്സിലെ സിലബസൊക്കെ ബൈഹാർട്ട് പഠിക്കാം. 10ലും കോളേജിലൊക്കെ എങ്ങനെ ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നത്? അത് ഉടനെ ക്ലാസ് നോട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ട് ആ കുട്ടി പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഫുൾ A+ മേടിച്ചു. ബാക്കി 1-2 മാസം കൊണ്ട് ചെയ്തു. അത് കുട്ടികളെ ശരിക്കും എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയറാണത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം 2023 റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ 99.7% അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആകെ ദുഃഖം തോന്നി. ഇത്രയും മോശം റിസൾട്ട് അല്ല. ഞാനത് 99.7% മോശം എന്ന് പറയാൻ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. ഈ 99.7% പഠിച്ച് ഇത്തരം കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ ചുരുങ്ങിയത് 10 വിദ്യാർത്ഥിയെങ്കിലും കാണാൻ പറ്റും സ്വന്തം പേര് തെറ്റുകൂടാതെ എഴുതാൻ പറ്റുന്നത് പറ്റാത്തത്. പിന്നെ അത് അദ്ദേഹം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്ന് 5-3 എത്രയാണെന്ന് ചോദിച്ചാൽ കുട്ടി വിരൽ മടക്കിയിട്ടാണ്. അത് വിരലിൻ്റെ സഹായം അത് കൂട്ടാൻ പറ്റില്ല. പിന്നെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് സമയം തികയുന്നത്, പ്രത്യേകിച്ച് കണക്കിന്. കാരണം കണക്ക് മനക്കണക്കായിട്ട് കൂട്ടാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അതിൽ ഞാൻ സ്വന്തമായിട്ടൊരു തിയറി ഡെവലപ്പ് ചെയ്തു. ഒരു ക്ലാസ്സിൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് എല്ലാ കുട്ടികളെയും വിരൽ മടക്കാത്ത ടോട്ടൽ ഞാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു. അതെ, ടൈം ടേബിൾ അനുസരിച്ചാണ് പഠിക്കുന്നത്. ടൈം മാനേജ്മെൻറ്റാണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 99.7% മാർക്ക് കണ്ടപ്പോൾ എനിക്കത് സഹിച്ചില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് തോന്നി. ഇപ്പോൾ വൈകിയ വേളയിലാണ് എൻ്റെ ശ്രദ്ധയിലത് പെട്ടത്. അപ്പം ഞാൻ അതിനെപ്പറ്റി കുറേ പഠിച്ചു. ഒരു 2 മാസത്തോളം മെനക്കെട്ടിട്ടാണ് ഞാനൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത്. ആർട്ടിക്കിൾ ഞാൻ വായിച്ചപ്പോൾ വളരെ ന്യൂറോ സയൻറ്റിഫിക് ആയിട്ടുള്ള, വളരെ ആധികാരികമായിട്ടുള്ള ഒരു പഠന രീതി, ശാസ്ത്രീയമായ രീതിയാണ് അതിൽ അവതരിപ്പിക്കുന്നത്. അത് കുട്ടികളെ വളരെ ഷുവർട്ടിയോട് കൂടി ഞാൻ കുട്ടികളായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ 5 വർഷം കൊണ്ട് ഇത്രയും കുട്ടികളെ പഠിപ്പിച്ച് എനിക്ക് മനസ്സിലായി, നമ്പർ 1 ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. പഠനത്തിൽ ശ്രദ്ധയില്ല, അത് ക്ലാസ്സിലും ഇല്ല. പിന്നെ മെമ്മറി, പരീക്ഷ വരുമ്പോഴേക്ക് പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, എന്തിനാണ് ഇവർ പഠിക്കുന്നത് എന്ന് ഇവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതറിഞ്ഞ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ ശരിക്കും പഠിക്കാൻ ആരംഭിക്കുന്നു, വീട്ടിലവർ പറയാതെ പഠിക്കാൻ തുടങ്ങുന്നു. അതെനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവർ കുറേ ഒക്കെ ഇപ്പോൾ ചോദ്യോത്തരം മാത്രം പഠിക്കലാണ്, ബൈഹാർട്ട് പഠിക്കലാണ്. അതെന്നെ മുഴുവനൊന്നും പഠിച്ചാൽ തീരില്ല ഇവർക്ക്. അപ്പോൾ ഇത് എങ്ങനെയും പഠിപ്പിക്കാൻ രക്ഷയില്ല. അങ്ങനെ ഞാൻ ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ
സാധാരണ എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ ചോദിക്കാറുള്ള ചോദ്യം എങ്ങനെയാണ്, സാർ ഈ 10ാം ക്ലാസ്സിൽ ഫുൾ A+ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് വരട്ടണത്? ഈ 10ാം ക്ലാസ്സിൽ മാർക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ചോദിക്കുമോ? ഞങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ആ മാർക്കിൽ ചോദിക്കും, ഇന്നും ഒരാരും 10ാം ക്ലാസ്സിലെ മാർക്ക് ചോദിച്ചിട്ടില്ലല്ലോ. ആ കുട്ടികളുടെ ചോദ്യം വളരെ ശരിയാണ്. 10ാം ക്ലാസ്സിലെ മാർക്ക് ആരും ചോദിക്കുന്നില്ല. പക്ഷേ അതിന് റിലവൻസ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഇവർക്ക് +1 പഠിക്കണമെങ്കിൽ, പിന്നെ ഡിഗ്രിക്കൊക്കെ പോകണമെങ്കിൽ +1 നന്നായിട്ട് അഡ്മിഷൻ കിട്ടും നല്ല സ്കൂളിൽ. ഇത് +1 നല്ല സ്കൂളിൽ ഇത്രയും മാർക്ക് കുറച്ച് കിട്ടിയാൽ അവർക്ക് ആർക്കും വേണ്ടാത്ത സബ്ജക്റ്റ് ആർക്കും വേണ്ടാത്ത സ്കൂളിൽ കിട്ടും. അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 10ാം ക്ലാസ്സിൽ ഈ മാർക്ക് ഇല്ലെങ്കിൽ +1 നല്ല സ്കൂളിൽ കിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് കുട്ടികളെ ഞാൻ മനസ്സിലാക്കും. പിന്നെ വേറൊന്ന്, വിദ്യാർത്ഥി ജീവിതം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർപ്പിക്കുന്നു എന്നുള്ളത് പോലെ ഈ കുട്ടികളെ ആരും പഠിപ്പിച്ചിട്ടില്ല. അവിടെയാണ് ആർട്ടിക്കിളിൽ പറയുന്ന നമ്മുടെ ബ്രഹ്മചര്യ ഒരു കാലം അല്ലേ, ഗൃഹസ്ഥാശ്രമം, മറ്റേ വാനപ്രസ്ഥം, ഈ 3 ഘട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ഒരു പ്രത്യേക ഒരു കാറ്റഗറിപ്പെടുത്തി. ശരിയാണ്, ഒരു മനുഷ്യ ജീവിതം അങ്ങനെ 3 തലങ്ങളിലൂടെ. നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ നമ്മളെ ജീവിതത്തിനെ 4 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. 1 ബ്രഹ്മചര്യം, 2 ഗാർഹസ്ഥ്യം, 3 വാനപ്രസ്ഥം, 4 സന്യാസം. ഇവ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥി, അതാണ് ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നിലേക്കും ഡൈവേർഷൻ പോവാതെ 25 വർഷം, നമ്മുടെ ആദ്യത്തെ ഒരു 25 വർഷക്കാലം പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ കടക്കുമ്പോൾ നമുക്കൊരു കുടുംബജീവിതത്തിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണം. അത് മാത്രം പോരാ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനുള്ള കഴിവുണ്ടാവണമെങ്കിൽ നമ്മൾ നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജോലി കിട്ടുള്ളൂ, നല്ലൊരു ഇൻകം ഉണ്ടാവുള്ളൂ. അത് ഇവരാരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് വിദ്യാഭ്യാസം അതിൽ മാത്രം ശ്രദ്ധിക്കണം. അത് ചെയ്യുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവസാനം നമ്മുടെ കുട്ടികൾ, നമ്മുടെ പേരൻസ് നമുക്ക് തന്ന അത്രയും ആനുകൂല്യം പോലും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവനവൻ്റെ കുട്ടികൾ വിശന്ന് കരയുമ്പോൾ, കഞ്ഞിക്കരിയില്ല വിശന്ന് കരയുമ്പോൾ, അപ്പോൾ അന്നാണ് ഇവർ മനസ്സിലാക്കുക, അയ്യോ ഞാൻ അന്ന് പഠിക്കണമായിരുന്നു. പക്ഷേ അത് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇവർ ഇപ്പം അങ്ങനെ ചിന്തിച്ചാലും മനസ്സിലാവില്ല. ഇവർ ഒരു 15 വയസ്സുകാരൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ച് ഇത് അവരുടെ മനസ്സിൽ കയറില്ല. പക്ഷേ അവരൊരു 40 വയസ്സൊക്കെ ഉള്ള കാലത്ത് അന്നത്തെ നിലയിൽ നിന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ വിദ്യാഭ്യാസ കാലത്ത് കാര്യമായി സമയം വിനിയോഗിച്ചില്ലെങ്കിൽ, നല്ലൊരു വരുമാനമോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ വേണ്ട കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുട്ടികൾ, അപ്പം നമ്മളൊരു നല്ല പിതാവാകാൻ അല്ലെങ്കിൽ മാതാവാൻ പറ്റില്ല. അതേമാതിരി നമ്മളെ നോക്കി വളർത്തി നമ്മുടെ രക്ഷാകർത്താക്കളെ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. അത് ചെയ്യാനും പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ ഈ ഡിവിഷൻ്റെ ഇത് മനസ്സിലാക്കുക. പിന്നെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ സമൂഹം നമുക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. അതിനാണ് ഈ നമ്മുടെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളുടെ പ്രായമാക്കുമ്പോൾ അവർക്ക് ഒരു 19 വയസ്സ് അവർ സ്വന്തം ഗൃഹസ്ഥരായി മാറുമ്പോൾ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം മാറിയിട്ട് സമൂഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു. അങ്ങനെ ചെയ്താൽ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലേ ഈ നാട് നന്നാവുള്ളൂ. അതെ ഞാനിപ്പോൾ അതാണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ, നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഉന്നമനം ഉണ്ടാവില്ല. പിന്നെ വേറൊരു സന്യാസം, അത് എല്ലാവരിലേക്ക് കടക്കാറില്ല. അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം മാറി നിന്നുകൊണ്ട് നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടമാണ് സന്യാസം. അതിൽ പക്ഷേ ആ സന്യാസ ജീവിതം നയിക്കുന്ന പലരും ഉണ്ടാവുകൊണ്ടാണ് നമ്മുടെ കൾച്ചറിൽ നിന്ന് ഇത്രയും മുന്നോട്ട് പോകുന്നത്. വേദങ്ങളെപ്പറ്റി അതിനെപ്പറ്റി ഈ പ്രായത്തിലാണ് എല്ലാവരും പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ 4 കാലഘട്ടങ്ങൾക്കും പ്രാധാന്യം കൊടുത്തൊരു വ്യക്തി ഒരു പരിപൂർണ വ്യക്തിയായി മാറുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ വിദ്യാർത്ഥികൾ ഇത് അവരുടെ തലയ്ക്കകത്ത് കയറ്റാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല കാര്യം തോന്നിയിട്ടുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരേട്ടൻ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ മൊത്തം ഒരു +2 കഴിഞ്ഞാൽ അവർ ഉപരിപഠനത്തിന് കേരളം വിട്ടുപോകുന്നു. അവർ വിദേശ ലോകരാജ്യങ്ങളിലേക്കാണ് അവർ കുടിയേറി പോകുന്നത്. അത് എന്താണ് അതിൻ്റെ വേണേട്ടന് കാരണം? എന്താണെന്നറിയോ, ഈ കുട്ടികളെ
ഇവിടെ ഇത്രയേറെ മാർക്ക് വാരിക്കോരി കൊടുത്തിട്ട് സൗജന്യമായിട്ട് മാർക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ എന്ത് പഠിക്കാം അത് പഠിക്കാൻ മാത്രം ഈ വിദ്യാർത്ഥിക്ക് കഴിവില്ല. അപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പോൾ വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരാണ്. ഔട്ട്സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അത് ഹിന്ദി അറിയണം. അപ്പോൾ ഹിന്ദി ഇവർക്കറിയില്ല, ഇംഗ്ലീഷ് രണ്ടും അറിയില്ല. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വെക്കേഷനിൽ, ഈ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ വെക്കേഷനിൽ 2 മാസം ഞാൻ ഈ കുട്ടികളെ ഇന്നത്തെ 10ാം ക്ലാസ്സിൽ എത്തുന്നവരും അടുത്ത കൊല്ലം 10ലേക്ക് എത്തുന്ന 9ാം ക്ലാസ്സുകാരേനെയും കൂട്ടി ഞാൻ അവർക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഞാൻ സംസാരിച്ച് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അതൊരു സാധാരണ സിസ്റ്റം. അതെ, മലയാളികൾക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ ഈഗോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തെറ്റിയാൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുണ്ട്. ശരിക്കും മലയാളി സ്റ്റുഡൻസ് അവരുടെ ഇംഗ്ലീഷാണ് ബെറ്റർ. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചത്. അപ്പോൾ അതാണ് ബെറ്ററാണ് നമ്മുടെ. പക്ഷേ ഇവർ സംസാരിക്കില്ല, തെറ്റിയെന്ന്. ഗുജറാത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെന്ന ഉടനെ കേട്ട ഇംഗ്ലീഷ് ഐ വിൽ വെൻറ്റ് ഇതെന്നാണ് പറയുന്നത്. ഇത് എന്താ ഇംഗ്ലീഷാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും അത്രയൊക്കെ പറയാൻ, എന്നിട്ട് ഞാൻ മിണ്ടാറില്ല, തെറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. അവിടെ ചെന്നപ്പോഴേ അത് മനസ്സിലായത്. അടിച്ച് മിന്നിക്കും അവർ. അങ്ങനെയൊന്നുമില്ല. ഞാൻ MA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് എടുത്തത്. അപ്പം ഞാൻ പഠിച്ചത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡ് കഴിഞ്ഞിട്ട് ജോലിക്ക് റിസർവ് ബാങ്കിൽ കിട്ടി. ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡ് പറഞ്ഞില്ലേ, ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് പക്ഷേ അത് അത്ര ആവശ്യമില്ല. പക്ഷേ എങ്കിലും സഹായത നിൽക്കുന്നുണ്ടോ? വേണ്ട എന്താ പറയണത്? സാധനം ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു കുട്ടി ഇത് മറ്റേ UPSCയുടെ ഇതിന് അപ്ലിക്കേഷൻ കൊടുത്ത് സ്റ്റെനോഗ്രാഫി എന്നിട്ട് എൻ്റെ ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയാമെന്ന് എനിക്ക് സ്റ്റെനോഗ്രാഫി ഇല്ല. അത് അപ്പോൾ ഏപ്രിലാണല്ലേ പരീക്ഷ. 2 മാസം കൊണ്ട് 2 മാസം നീ 2 കൊല്ലെടുത്താലും ഒന്നും പഠിയില്ല. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു. 2-3 ദിവസം ക്ലാസ് എടുത്തു കൊടുത്തു. അപ്പോൾ ഈ കുട്ടി എഴുതുന്ന കയ്യിൻ്റെ സ്പീഡ് അനുസരിച്ച് വേണം ഞാൻ ഡിക്റ്റേഷൻ കൊടുക്കാൻ. ആ സ്പീഡിലും കുറച്ച് കൊടുത്താൽ കുട്ടിക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യില്ല. അതിലും കൂടുതൽ സ്പീഡ് കൊടുത്താൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് ആ കയ്യിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് വേണം പഠിപ്പിക്കുന്ന ടീച്ചർ ക്ലാസ് കൊടുക്കാൻ. ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞു, വീട്ടിൽ നീ എഴുതുമ്പോൾ മുന്നിൽ നിൻ്റെ കൈ കാണത്തക്ക വിധത്തിലൊരു മിറർ വെക്കുക. അപ്പം നിൻ്റെ കയ്യിൻ്റെ മൂവ്മെൻറ്റ് എനിക്ക് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അയ്യോ ഇതെനിക്ക് പറ്റില്ല എന്ന് നിർത്തി ആ പുസ്തകം എനിക്ക് അന്ന് സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ റിസർവ് ബാങ്കിലാകുമ്പോൾ 10:45 ജോലി. അപ്പം ഞാൻ അങ്ങനെ മോർണിംഗ് കോളേജ് ചേർന്നു. അപ്പോൾ രാവിലെ ഒരു 6:30 മണിക്ക് വീട്ടിൽ നിന്ന് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി പൊതിഞ്ഞ് കയ്യിൽ വെച്ച് പോവും. സ്കൂളിൽ നിന്ന് 10:30 മണിക്ക് കോളേജിൽ നിന്ന് നേരെ വിടും. അവിടെ ചെന്നിട്ട് മസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു. അങ്ങനെ എൻ്റെ സ്വന്തം ചിലവിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് വിദ്യാഭ്യാസത്തെ പറ്റി ഇത്രയും ഉത്കണ്ഠായി കുട്ടികളുടെ കാര്യത്തിൽ. അതെ, സ്വന്തം വരുമാനം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ പലരും പഠിക്കാൻ ഇപ്പോഴും ഞാൻ കുട്ടികൾ പോകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് പല പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ചില കുട്ടികൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ഞാൻ മൊബൈലോ ലാപ്ടോപ്പൊക്കെ കൊടുത്ത് സഹായിക്കാറുണ്ട്. ലാപ്ടോപ്പൊക്കെ അവർ തിരിച്ചു തരും. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഇപ്പോൾ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കേണ്ടാവുക, നമ്മൾ പറഞ്ഞ എങ്ങനെ 10ാം ക്ലാസ് ഫുൾ A+ഓട് കിടക്കാം, ആ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമ്മൾ ഇപ്പോൾ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഡൈവേർട്ട് ചെയ്ത് പോട്ടെ. അപ്പോൾ അതെ, അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം മെമ്മറി, ഓർമ്മശക്തിയോടാണ് കുട്ടികൾ പലപ്പോഴും പതറിപ്പോകുന്നത്. അവർ പഠിച്ചത് അതേപടി മനസ്സിൽ നിൽക്കുന്നില്ല. ചിലപ്പോൾ ക്വാർട്ടർലി പരീക്ഷയ്ക്ക് എക്സാമിന് എഴുതിയൊരു ക്വസ്റ്റ്യൻ അത് ചിലപ്പോൾ ആ പഠിച്ച് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇതേ ചോദ്യം ഹാഫ് ഇയറിലേക്കോ ഫൈനൽ ഇയറിലേക്കോ വന്നാൽ പഠിക്കാത്തൊരു കുട്ടി ഇത് നേരെ പിന്നെ തിരിച്ച് വായിക്കാത്തൊരു കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റാത്ത അവസ്ഥ, അല്ലേ, ഉത്തരം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് അതിന്? എങ്ങനെയാണ് ഓർമ്മശക്തി? അത് മെമ്മറി ന്യൂറോ സയൻറ്റിസ്റ്റ് ഉണ്ട്. ന്യൂറോ സയൻറ്റിസ്റ്റ് പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ എന്ത് പഠിച്ചാലും അത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് വായിച്ചില്ലെങ്കിൽ അത് മെമ്മറിയിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോകും. എത്ര പെട്ടെന്ന് ചോദിച്ചാൽ ഇന്ന് വായിച്ചത് നാളേക്കകം വായിച്ചില്ലെങ്കിൽ നാളെ അതിൻ്റെ 55% മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോൾ അത് 44% ചുരുങ്ങും. 25 ദിവസം കഴിയുമ്പോൾ ഇത് 25% ചുരുങ്ങും. 2 മാസം കഴിയുമ്പോഴോ വെറും 17%. അതിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അത് കൂടുതൽ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതായത് നമുക്കത് തെളിയിക്കാൻ മാർഗമൊന്നുമില്ല. പക്ഷേ കുട്ടികളുടെ അനുഭവം നമുക്കുണ്ട്. അതായത് ക്വാർട്ടറിലേക്ക് ഒരു ചോദ്യത്തിന് മുഴുവൻ മാർക്ക് കിട്ടിയ കുട്ടി പിന്നെ അത് പഠിക്കില്ല നേച്ചുറലി. പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് അത് വന്നു എങ്കിൽ ഈ കുട്ടി സന്തോഷത്തോടെ എഴുതാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവും ഓർമ്മ കിട്ടുന്നില്ല.
എന്താണെന്ന്. അതായത് 17% 100% ആക്കാനുള്ള വിദ്യ ആരും കണ്ടുപിടിച്ചിട്ടില്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി തിയറി ശരിയാണെന്ന്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇന്ന് കുട്ടികൾക്കുള്ള കോച്ചിങ് കൊടുക്കുന്നത്. കുട്ടികൾ അതനുസരിച്ച് രാവിലെ പഠിച്ചത് വൈകുന്നേരം പഠിക്കണം. അപ്പം ഞാൻ അതിന് നല്ലൊരു ടൈം ടേബിൾ വേണം. ഇത് റിപ്പീറ്റേഷൻ വേണമെങ്കിൽ ബെസ്റ്റ് ടൈം മാനേജ്മെൻറ്റാണ് ഒരു കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യം. ഓ യെസ്, പറയാം. ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ടൈം ടേബിൾ ഇപ്പോൾ ചുരുക്കി കറക്റ്റായിട്ട് ഇനിയുള്ളത് പറയാം. ഇപ്പോൾ ഈ അധ്യയന വർഷത്തിൽ 7 മാസം കഴിഞ്ഞു പോയി. ഇനി വെറും 3 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ 3 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. എന്തും ചെയ്യാൻ പറ്റും. കാരണം ഈ 3 മാസം കൊണ്ട് കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാൻ ടൈം ടേബിൾ വെച്ചാൽ 5 മണിക്ക് കുട്ടി ഉണർന്നു കഴിഞ്ഞാൽ കുട്ടി അവനവൻ്റെ ബെഞ്ചിലിരിക്കുന്ന 4 പേർക്കും മിസ് കോൾ കൊടുത്ത് ഉണർത്തുന്നു. എല്ലാവരും ഒരുമിച്ച് ഉണർന്നാൽ എല്ലാവരും പഠിക്കും. അതിനുവേണ്ടി മാത്രമാണ് മിസ് കോൾ മാത്രമേ കൊടുക്കണ്ടോ. എന്നിട്ട് പിന്നെ ഇവർ 5 തൊട്ട് 6 വരെ അവനവൻ്റെ പ്രാഥമിക കർത്തവ്യങ്ങൾ, 6 തൊട്ട് 8 വരെ 2 മണിക്കൂർ പഠിക്കാനാണ്. അതെന്താണ്? അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ വായിച്ചു പോവുക. ഇന്നിപ്പോൾ അത് അപ്ലിക്കബിൾ അല്ല. കാരണം ഇപ്പോൾ റിവിഷൻ സ്റ്റേജ് ആയപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. റിവിഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുട്ടി ഈ 2 മണിക്കൂറിൽ പഠിക്കേണ്ടത് ഓരോ 9 വിഷയങ്ങളാണല്ലോ. അപ്പോൾ എല്ലാ വിഷയത്തിലെയും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഈ കുട്ടി പഠിക്കണം. അപ്പം ഞാൻ ടൈം ടേബിൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതായത് ഒന്നാമത്തെ ദിവസം സപ്പോസ് ഞാൻ ജനുവരി 1 തൊട്ടാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഇനി നമ്മൾ 4-ാം തീയതി, ഇനി 5-ാം തീയതി കുട്ടിക്ക് ഇത് കൈ കിട്ടുള്ളൂ. അപ്പോൾ ജനുവരി 5-ാം തീയതി കുട്ടി പഠിക്കേണ്ടത് എല്ലാ വിഷയത്തിലെയും 5-ാമത്തെ പാഠത്തിലെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇനി ജനുവരി 6-ാം തീയതി എല്ലാ വിഷയത്തിലെയും 6-ാമത്തെ പാഠത്തിൽ 6-ാമത്തെ ചോദ്യം. ഇനി ജനുവരി 7-ാം തീയതി സൺഡേ ഹോളിഡേ ആണ്. അത് നമ്മുടെ ഈ റിവിഷൻ പീരീഡിൽ 2 ടൈം ടേബിൾ, ഒന്ന് വർക്കിംഗ് ഡേക്ക് ഒന്നും ഹോളിഡേക്ക് ഒന്നും. അപ്പോൾ 46 ദിവസമുണ്ട് ഈ പീരീഡ്. അതായത് ജനുവരി 1 തൊട്ട് ഫെബ്രുവരി 15 വരെ. അപ്പം നമ്മൾ ഈ കുട്ടി വർക്കിംഗ് ഡേ 2 മണിക്കൂറാണ് പഠിക്കാൻ കിട്ടുന്നത്. ഹോളിഡേ അങ്ങനെയല്ല, കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഹോളിഡേക്ക് ഇത് ടൈം ടേബിൾ സ്റ്റാർട്ടിങ് ഫ്രം 5 to 6, 5 മണിക്ക് ഉണരുന്നു. 5 തൊട്ട് 6 വരെ പ്രാഥമിക കർത്തവ്യങ്ങൾ, 6 തൊട്ട് 8 വരെ 2 മണിക്കൂർ ഇതേമാതിരി പഠിക്കുന്നു. പിന്നെ 8 തൊട്ട് 8:30 വരെ ബ്രേക്ക്ഫാസ്റ്റ്, 8:30 തൊട്ട് 10:30 വരെ വീണ്ടും 2 മണിക്കൂർ പഠിക്കുന്നു. 10:30 തൊട്ട് 11 വരെ ടീ ബ്രേക്ക്, 11 തൊട്ട് 1 വരെ 2 മണിക്കൂർ വീണ്ടും പഠിക്കുന്നു. ഇനി ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യണം. എപ്പോഴാണ്? 6 തൊട്ട് 8 വരെ പഠിച്ച കാര്യങ്ങൾ 2 തൊട്ട് 4 വരെയുള്ള ഗ്യാപ്പിൽ ആവർത്തിച്ച് പഠിക്കുന്നു. 8:30 തൊട്ട് 10:30 വരെ 2-ാമത്തെ സ്ലോട്ട്, അത് 6 തൊട്ട് 8 വരെ രാത്രി പഠിക്കുന്നു. പിന്നെ 11 തൊട്ട് 1 വരെ പഠിച്ചത് രാത്രി 9 തൊട്ട് 10 വരെ പഠിക്കുന്നു. അപ്പോൾ ചോദ്യം ഇവിടെ 2 മണിക്കൂർ പഠിച്ചെങ്ങനെയാണ് വൈകുന്നേരം 1 മണിക്കൂറിൽ പഠിക്കുന്നുണ്ട്. രാവിലെ 2 മണിക്കൂറിൽ കുട്ടി ചോദ്യം തയ്യാറാക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയമാണ്. രാത്രി ഇത് വായിക്കുക മാത്രമേ വേണ്ടൂ. പിന്നെ ഇത് തയ്യാറാക്കാന്ന് പറഞ്ഞാൽ ഇവർ 2 മാർക്കിൻ്റെ അങ്ങനെ പല ഈ 6 മാർക്കിൻ്റെ ഒരു 10 ചോദ്യം ഒരു പാഠത്തുനിന്ന് കുട്ടി പഠിക്കുകയാണെങ്കിൽ ഒരു ആവറേജ് 10-11 പാഠമുണ്ട്. അപ്പോൾ ഒരു 100 ചോദ്യം ഒരു പാഠത്തുനിന്ന് ഒരു കുട്ടിക്ക് ഈ പീരീഡിൽ കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഏത് ചോദ്യം പിന്നെ പഠിക്കാത്തൊരു ചോദ്യവും വരില്ല. അപ്പം ഞാനീ പഠിപ്പിക്കുന്നത് ഈ ജനുവരി 1 തൊട്ട് ഫെബ്രുവരി 15 വരെയുള്ള ഈ സമയത്ത് 36 ദിവസം വർക്കിംഗ് ഡേ ഉണ്ട്. അപ്പോൾ ദിവസം 2 മണിക്കൂറേ കിട്ടുള്ളൂ. 2 മണിക്കൂർ വൈകുന്നേരം റിപ്പീറ്റ് ചെയ്യാൻ. പിന്നെ 10 ദിവസമുണ്ട്. 10 ദിവസം ഹോളിഡേ ആണ്. ഹോളിഡേ കുട്ടിക്ക് 6 മണിക്കൂർ രാവിലെ 6 മണിക്കൂർ വൈകുന്നേരം കിട്ടുന്നു. അപ്പോൾ 27 ചോദ്യം പഠിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ ഈ 2 ഡേ വെച്ച് ഈ 46 ദിവസം കൊണ്ട് ഒരു കുട്ടിക്ക് 594 ചോദ്യം പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 900 പഠിക്കണം. കാരണം ഒരെണ്ണത്തിൽ 10 വെച്ച്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഇനി ബാക്കി സമയമുണ്ട് പരീക്ഷാ പഠനത്തിന്. അത് ഫെബ്രുവരി 18 തൊട്ട് മാർച്ച് 24 വരെ പരീക്ഷാ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ ഈ കുട്ടിക്ക് ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കാൻ കിട്ടും. അങ്ങനെ ഓരോ വിഷയത്തിന് 3 ഫുൾ ഡേ, അതായത് 30 മണിക്കൂർ കിട്ടത്തക്ക വിധത്തിലാണ് ഞാൻ ടൈം ടേബിൾ പഠിക്കാനുള്ളത് റീസെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? കുട്ടി 10 അങ്ങനെ 30 മണിക്കൂർ
3 ദിവസം കൊണ്ട് 30 മണിക്കൂർ, 1 മണിക്കൂറിൽ 5 ചോദ്യം പഠിക്കാം. അപ്പോൾ 150 ചോദ്യം ഒരു വിഷയത്തിന് കുട്ടിക്ക് പഠിക്കാൻ കിട്ടും. പഠിക്കേണ്ട എത്ര 100 പഠിച്ചാൽ എല്ലാം അറിയുന്നത് കിട്ടും. 150 ചോദ്യം അതിലില്ല. അപ്പോൾ 100 കഴിഞ്ഞിട്ട് എത്ര ഉണ്ട് അത് കഴിച്ച് ബാക്കി വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ഒരു കുട്ടി ഒരു ചോദ്യം ചുരുങ്ങിയത് 6 തവണയെങ്കിലും പഠിക്കുന്നു. പിന്നെ അത് മറക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കത് എഴുതാൻ ചോദ്യം വായിച്ച ഉടനെ ഉത്തരം മനസ്സിൽ ഓടിയെത്തും. ഇത് ഗ്യാരൻ്റിയാണ്. ഈ 3 മാസം കൊണ്ട് കുട്ടിക്ക് ഈ നിലയ്ക്ക് പഠിച്ചാൽ ഫുൾ A+ ലഭിക്കും. ഞാൻ 2022 11 സ്കൂളിൽ ഇതേ സിസ്റ്റം ഫോളോ ചെയ്തു. അതിൽ 7 സ്കൂള് 100%, 4 സ്കൂള് 99%. പിന്നെ 2761 കുട്ടികളെ പഠിപ്പിച്ചതിൽ തോറ്റത് വെറും 14 പേരാണ്. 2751 കുട്ടികൾ പാസ്സായി, നല്ല മാർക്ക്. പിന്നെ 605 കുട്ടികൾ ഫുൾ A+ മേടിച്ചു, അതായത് 22%. സാധാരണ ഒരു സ്കൂളിൽ 10-12% കൂടുതൽ എത്ര നല്ല സ്കൂളായാലും കിട്ടാൽ ഇവിടെ 22% കിട്ടി. ആ ധൈര്യത്തിലാണ് ഞാൻ ഇക്കുറി തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കഴിയുന്നത്ര എല്ലാ സ്കൂളിലും ഞാൻ എത്തിക്കുന്നു. കേരളത്തിൽ 4.5 ലക്ഷം കുട്ടികൾ, അവരിലെല്ലാം എത്തിക്കാനുള്ള പല സംവിധാനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ വിദ്യാലയങ്ങൾ, അധ്യാപകർ, 5 ലക്ഷത്തോളം പേര് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, അവരുടെ മനസ്സിൽ അവരുടെ ശ്രദ്ധയിൽ എത്തട്ടെ. വേണ്ട വിലയേറിയ, കാരണം 5 വർഷത്തെ വളരെ റിസർച്ച്, വളരെ ആധികാരികമായി ഗഹനമായ പഠനം നടത്തിയിട്ടും ഇതിലെ ഓരോ പോരായ്മകളെ കണ്ടെത്തി നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പഠന രീതി, ഇതിനെല്ലാം വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ ഗുണം ദോഷം പഠിച്ചതിന് ശേഷമാണ് വേണേട്ടൻ നമ്മുടെ ഈ ഒരു കണ്ടെത്തലിൽ എത്തിയത്. അത് വെറുതെ പറയുന്നതല്ല. ഇത്രയേറെ കുട്ടികൾ പരീക്ഷിച്ചു, അവരുടെ റിസൾട്ട് പഠിച്ചു, പല അധ്യാപകർക്കും ഇത് ഇട്ടുകൊടുത്തു, പല വിദ്യാലയങ്ങളിലും ഇത് പരീക്ഷിച്ചു. എല്ലാ അനുഭവങ്ങളും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഗുണഫലമാണ് വേണേട്ടൻ ഈ ഇൻ്റർവ്യൂവിലൂടെ അല്ലെങ്കിൽ ഇപ്പോഴും സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മറ്റാരും ചെയ്യാത്ത കാരണം ഒരു കാര്യമാണ്. അതെ അതെ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ അതെ അതെ അപ്പോൾ അതെ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസം ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ വേണേട്ടൻ്റെ ശ്രമം, പദ്ധതി, പ്രവർത്തനം ഗുണകരമാവട്ടെ. പിന്നെ വേണേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കൊണ്ട് ഒതുങ്ങുന്നല്ല. കാരണം അല്ലേ, യോഗ, അതുപോലെ നാച്ചുറോപ്പതി, ഇങ്ങനെ ആരോഗ്യ രംഗത്ത്, അതുപോലെ നല്ലൊരു കർഷകനാണ്. നേരത്തെ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യം പറഞ്ഞു, ഈ പട്ടത്തോടി തറവാട് നിൽക്കുന്ന സ്ഥലം ഇവിടെ നല്ലൊരു കൃഷിഭൂമിയായി. ഒപ്പം തന്നെ നമ്മുടെ ഒരു മരം അല്ലേ, ഒരു പ്രത്യേക കാട്ടുകിടക്കാന്ന് അതാ മിലിയ ഡൂബിയ എന്ന് പറയും, ബോട്ടാണിക്കല്ലേ. അതെ, അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു 10-40 കൂടുതൽ തോട്ടങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എൻ്റെ കെയർ ഓഫിൽ കൃഷി നടക്കുന്നുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് വേണ്ട സർവീസ് ചെയ്തു കൊടുക്കുന്നു. നമ്പർ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക്, കാരണം ഇത് ഇൻ്റർവ്യൂ ശ്രദ്ധിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ ഒരു പറയാം. 98 474 30 113. ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. 98 474 30 113. ഇനി സംശയമല്ല, വിദ്യാർത്ഥികൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാവിലെ 6 തൊട്ട് 8 വരെയും രാത്രി 8 തൊട്ട് 10 വരെ ഞാൻ എൻ്റെ ഫോണിൻ്റെ മുന്നിൽ വിദ്യാർത്ഥികളെ കോളം പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കും. വേണ്ട അഡ്വൈസ് കൊടുക്കാൻ തയ്യാറായിട്ട്. ഈ നമ്പർ നമ്മുടെ വിദ്യാലയങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ ഉപയോഗപ്പെടുത്തട്ടെ. 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ വളരെ ആസ്വദിച്ച് ആഘോഷിച്ച് വളരെ അല്ലേ സന്തോഷത്തോടുകൂടി അവർ എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അവരുടെ അറിവിനെ ചേർത്ത് വയ്ക്കട്ടെ. അതിന് ഈ അഭിമുഖം ഒരു നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ അഭിമുഖം വൈൻഡപ്പ് ചെയ്യാം. ചേച്ചിയുടെ പേര്? ഇവിടെ ഇപ്പോൾ ഞാനും എൻ്റെ വൈഫിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ വൈഫിന് 2 സിസ്റ്റേഴ്സുണ്ട്. ഒരാൾ ബോംബെയിലാണ്, ഒരാൾ ജയ്പൂരാണ്. ഒരു ബ്രദറുണ്ട്, ബ്രദറും ജയ്പൂരാണ്. പിന്നെ എൻ്റെ മകളുടെ ഹസ്ബൻഡ് ആമസോണിലാണ്. മകളിപ്പോൾ സിംഗപ്പൂർ എംബസിയിൽ എംപ്ലോയിഡാണ്. മകളുടെ പേര് റൂബി, സണ്ണിലോൻ്റെ പേര് വിജയഭാസ്കർ മേനോൻ. പിന്നെ എൻ്റെ മകൻ റിജു. മകൻ ഇപ്പോൾ അവൻ ബെർലിനിലായിരുന്നു, അപ്പോൾ അത് ജോലിയൊക്കെ വിട്ട് സ്വന്തമായിട്ടൊരു
ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് അവനും വൈഫും ഇൻഡിപെൻഡൻ്റായിട്ട് എറണാകുളത്താണ്. അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോകം കാണാനൊക്കെ സർക്കിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയാണ്. ഇപ്പോൾ ഇവരിടയ്ക്ക് വരും, മക്കളിപ്പോൾ എപ്പോഴും വരും. അങ്ങനെ വളരെ സന്തോഷമായി ചെയ്യുന്ന ജോലിയിൽ നിന്ന് വളരെ സംതൃപ്തി കിട്ടുന്നുണ്ട്. ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഒരുപാട് സന്തോഷം. പട്ടത്തുടി തറവാടിൻ്റെ പൂമുഖത്തിരുന്ന് നമ്മൾ ഇന്നത്തെ ഈ പകൽ സംസാരം, ഈ ഇന്നത്തെ അതിഥിയെ വളരെ സവിശേഷമാക്കി വേണേറിൻ്റെ വാക്കുകൾ എല്ലാം പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ഒരു 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിക്കും വിലപ്പെട്ടതാണ്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം.